നമ്മൾ കോമ്പിനേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. നമ്മൾ അടുത്ത ഭാഗം പറയാൻ പോവാണ് പെർമ്യൂട്ടേഷൻസ്. പെർമ്യൂട്ടേഷൻസിൻ്റെ വേർഡ് മീനിങ് നിങ്ങൾക്കറിയാം, അറേഞ്ച്മെൻറ്റ്. അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് സം ഐറ്റംസ് ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം അല്ലെങ്കിൽ ടേക്കിംഗ് ഫ്യൂ അറ്റ് എ ടൈം. അതാണ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ, അറേഞ്ച്മെന്റ്സ് ഓഫ് ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറേഞ്ച്മെന്റ് എന്ന് മാത്രം ഓർത്ത് വെച്ചത്, അറേഞ്ച്മെന്റ് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. എൻ്റെ കയ്യിൽ 3 ഐറ്റംസ് ഉണ്ട്, എയും ബിയും സിയും. എനിക്കിതൊന്ന് 2 ഐറ്റംസിനെ അറേഞ്ച് ചെയ്യണം. 2 ഐറ്റംസിനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിൽ 2 ഐറ്റംസ് എന്ന് പറയുമ്പോൾ ആ 2 ഐറ്റംസ് എയും ബിയും ആവാം, അല്ലെങ്കിൽ ബിയും സിയും ആവാം, അല്ലെങ്കിൽ എയും സിയും ആവാം. അപ്പൊ ആക്ച്വലി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യലാണ്. ഇതൊന്ന് 2 ഐറ്റംസിനെ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം എയും ബിയും സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അറേഞ്ച് ചെയ്യാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തു, എ ബി. ഇതൊരു അറേഞ്ച്മെന്റാണ്. ഈ അറേഞ്ച്മെന്റിൽ ആദ്യം, ഇത് സെലക്ഷനിൽ അറേഞ്ച്മെന്റ് ആണ്, ആദ്യം എ പിന്നെ ബി. ഇനി ബി എ എഴുതാം, ഇത് വേറൊരു അറേഞ്ച്മെന്റ് ആണ്, അറേഞ്ച് ചെയ്യാണ്. ആദ്യം ബി പിന്നെ എ, ഇതൊരു അറേഞ്ച്മെന്റാ. ഇനി എയും സിയും എടുക്കുമ്പോ എ സി ഒരു അറേഞ്ച്മെന്റ് ആണ്, അതുപോലെ സി എ മറ്റൊരു അറേഞ്ച്മെന്റ് ആണ്. ഇനി ബിയും സിയും എടുക്കുമ്പോ ബി സി എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ്, സി ബി എന്ന് പറഞ്ഞ മറ്റേ അറേഞ്ച്മെന്റ്. അപ്പൊ മൊത്തം നമുക്ക് 6 അറേഞ്ച്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. 6 അറേഞ്ച്മെന്റ്സ്. ഈ 3 നിന്ന് 2 എടുത്ത് അറേഞ്ച് ചെയ്തു. Permutations of 3 items taking 2 at a time. Permutations of 3 items taking 2 at a time equal to 6. അതായത് 3 ഐറ്റംസിൽ നിന്ന് 2 ഐറ്റംസിനെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ 2 ഐറ്റംസ് അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 6 അറേഞ്ച്മെന്റ്സ് കിട്ടി. അപ്പൊ നമുക്ക് പറയാം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് 6 ആണ്. അപ്പൊ അറേഞ്ച്മെന്റ് പ്രത്യേകത, അറേഞ്ച്മെന്റിൽ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ എ ബി എന്ന് പറഞ്ഞതും ബി സി എ ബി എന്ന് പറഞ്ഞതും ബി എ എന്ന് പറഞ്ഞതും 2 ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആണ്. എ സി എന്ന് പറഞ്ഞാലും സി എ എന്ന് പറഞ്ഞാലും 2 ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആണ്. എനിക്കിപ്പോ സീത അതുപോലെ തന്നെ എന്താ പറയാ, സീതയും പിന്നെ ആരോടോ രാമു, ഈ 2 കുട്ടികളെ എനിക്ക് ഒരു സീറ്റിലിരുത്തണം, ഒരു ബെഞ്ചിലിരുത്തണം. അപ്പൊ ഈ ബെഞ്ച് എങ്ങനെ ഇരുത്താം? സീത ഇവിടെ, രാമു ഇവിടെ. അല്ലെങ്കിൽ നേരെ റീപ്ലേസ് ചെയ്ത് രാമു ഇവിടെ, സീത ഇവിടെ. 2 ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പൊ അറേഞ്ച്മെന്റ്സിൽ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ് അറേഞ്ച്മെന്റിൽ. അപ്പൊ ശരി, നമുക്ക് അറേഞ്ച്മെന്റിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ആ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഇപ്പൊ നമ്മള് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 3 ഐറ്റംസ് ടേക്കിംഗ് 2 അറ്റ് എ ടൈം ഇപ്പൊ ഞാൻ പറഞ്ഞു. അതായത് 3 ഐറ്റംസ് ഉണ്ട്, അതിൽ 2 അറേഞ്ച് ചെയ്യുക. അതായത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 3 ഐറ്റംസ് ടേക്കിംഗ് 2 അറ്റ് എ ടൈം. അതിന് നമ്മൾ 3p2 എന്നാണ് എഴുതുക. 3p2. പി ആണ് പെർമ്യൂട്ടേഷൻ. അറേഞ്ച്മെന്റിന് പി ഉപയോഗിക്കുക. സെലക്ഷന് സി ആയിരുന്നു, അറേഞ്ച്മെന്റിന് പി ആണ്. അതായത് പെർമ്യൂട്ടേഷൻസിന് പി ആണ്. അപ്പൊ 3p2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 3 ഐറ്റംസ് ടേക്കിംഗ് 2 അറ്റ് എ ടൈം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 3 ഐറ്റംസ് ടേക്കിംഗ് 2 അറ്റ് എ ടൈം. അതാണ് 3p2. ഈ 3p2 ഉത്തരം നമുക്ക് 6 എന്ന് കിട്ടി. നേരത്തെ ചെയ്തപ്പോൾ 6 അറേഞ്ച്മെന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. 1 2 3 4 5 6 6 അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് 5p3 എന്ന് പറഞ്ഞാൽ? 5p3 ഒന്ന് പറയൂ. 5p3 പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, പി ആണ്, അറേഞ്ച്മെന്റ്സ് ആണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 5 items taking 3 at a time. Number of arrangements of 5 items taking 3 at a time. അതാണ് 5p3. അപ്പോൾ എന്തായിരിക്കും 10p7 എന്തായിരിക്കും? Number of arrangements of 10 items taking 7 at a time. Number of arrangements of 10 items taking 7 at a time. അപ്പോൾ എന്താണ് NPR? NPR എന്താണ്? NPR എന്ന് പറഞ്ഞാൽ number of arrangements of n items taking r at a time. NPR എന്ന് പറഞ്ഞാൽ number of arrangements of n items taking r at a time. അതാണ് NPR. And this NPR we can find using the formula NPR is equal to n factorial divided by
n minus r factorial. NPR is equal to n factorial divided by n minus r factorial. ഇതാണ് NPR കണ്ടുപിടിക്കാൻ സമവാക്യം. NPR എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? NPR എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n items taking r at a time, അല്ലെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n items taking r at a time, അതാണ് NPR. ആൻഡ് ദാറ്റ് NPR is equal to n factorial by n minus r factorial. n factorial by n minus r factorial, ഇതാണ് NPR. അപ്പോൾ ഇതെന്താ വായിക്കുക? ഇത് വായിക്കുക NPN എന്നാണ്. എന്താണ് NPN? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n items taking n at a time. ടേക്കിംഗ് n at a time ആകെ n ഐറ്റംസേ ഉള്ളൂ, ആ n മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ NPN എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n items taking all at a time. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n items taking all at a time, this equal to എന്താണ്? NPN. NPR നമുക്കറിയാം n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ NPN കാണാൻ ഈ ആറിന് സ്ഥാനത്ത് n ആണ്, ആറിന് പകരം n കൊടുക്കുമ്പോൾ n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ, n മൈനസ് n 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ ഉത്തരം n ഫാക്ടോറിയൽ എന്ന് കിട്ടും. NPN is equal to n ഫാക്ടോറിയൽ ആണ്, മറക്കണ്ട. NPN is equal to n ഫാക്ടോറിയൽ. NPN is equal to n ഫാക്ടോറിയൽ ആണ്. ആൻഡ് ബൈ ഡെഫിനിഷൻ നമുക്ക് പറയാം NP0 എന്ന് കണ്ടു. ഇവിടെ NP0 കാണാൻ ദൂരം ആറിന് പകരം 0 കൊടുത്താൽ മതി. അപ്പോൾ ആ 0 ആകുമ്പോൾ മേലെ n ഫാക്ടോറിയൽ, താഴെ n മൈനസ് 0 ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ നമുക്ക് 1 കിട്ടും. NP0 1 ആണ്. അപ്പോൾ NPN is equal to n ഫാക്ടോറിയൽ ആണ്. NP0 is equal to 1 ആണ്. NP0 is equal to 1. അപ്പോൾ അറേഞ്ച്മെന്റ്സ് മനസ്സിലായല്ലോ. എന്താണ് NPR എന്ന് പറഞ്ഞാൽ? NPR എന്ന് പറഞ്ഞാൽ the number of arrangements of n distinct things taking r at a time, അതാണ് NPR. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n distinct things taking r at a time is equal to NPR ആണ്, മറക്കണ്ട. ഇനി ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n items taking all at a time is equal to n ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 3 items taking all at a time എന്ന് പറഞ്ഞാൽ 3p3 ആണ് വരിക. 3p3 3 ഫാക്ടോറിയൽ ആണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 5 distinct things taking all at a time എന്ന് പറഞ്ഞാൽ 5p5 ആണ്. അതിന്റെ ഉത്തരം 5 ഫാക്ടോറിയൽ ആണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 10 distinct things taking all at a time എന്ന് പറഞ്ഞാൽ 10p10 ആണ്. അതിന്റെ ഉത്തരം 10 ഫാക്ടോറിയൽ ആണ്, മറക്കരുത്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ്, ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 7 distinct things taking 2 at a time is equal to എന്താ വരിക? 7p2. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 8 distinct things taking 4 at a time equal to എന്താ വരിക? 8p4 എന്ന് വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി ഐറ്റംസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റം അല്ലെങ്കിൽ എന്താണ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ALLOY, ഇത് പോട്ടെ, ഇത് നോക്കുക ആദ്യം. MIND, this is a 4-letter word. Mind is a 4-letter word, and all the 4 letters are distinct, all the 4 letters are different. And my question is, how many 4-letter words with or without meaning can be formed using all the letters of the word mind? ഈ മൈൻഡിലെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ എത്ര 4-letter വേർഡ്സ് ഉണ്ടാക്കാമെന്നാണ് ചോദ്യം. എത്ര 4-letter വേർഡ്സ് ഉണ്ടാക്കി? എങ്ങനെ? ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടാണ് വേർഡ്സ് ഉണ്ടാക്കുക. അപ്പൊ 4-letter വേർഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര 4-letter അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. എത്ര 4-letter അറേഞ്ച്മെന്റ്സ് ഉണ്ട്? ഈ മൈൻഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ ഈ 4 ലെറ്റേഴ്സിലെ 4 ലെറ്റേഴ്സിന് നമുക്ക് അറേഞ്ച് ചെയ്യണം. അതായത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 4 ലെറ്റേഴ്സ് ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ഉത്തരം നേരത്തെ ഞാൻ പറഞ്ഞു. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n ലെറ്റേഴ്സ് ഓർ n ഒബ്ജക്ട്സ് ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ NPN ആണ്. NPN-ന്റെ വാല്യൂ n ഫാക്ടോറിയൽ എന്നാണ് പഠിച്ചത്. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 4 items taking all at a time, that means that is 4p4 and that is equal to 4 factorial. അപ്പോൾ നമുക്ക് പറയാം number of arrangements അല്ലെങ്കിൽ number of words is equal to 4 factorial ആണ്. 4 factorialന്റെ വാല്യൂ എത്രയാ? 72 4 3 2 3 12 24 കിട്ടും അല്ലേ? 24. അപ്പോൾ നോക്കുക, അടുത്ത നോക്കുക. മാത്സ്.
MATHS, maths. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, how many two-letter words can be formed using all the letters of the word maths? മാത്സിലെ 5 ലെറ്റേഴ്സ് ഉണ്ട്, 5 ഡിസ്റ്റിങ് ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5 ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര 2-letter വേർഡ്സ് ഉണ്ടാക്കാം എന്ന ചോദ്യം. 5 ലെറ്റേഴ്സിൽ 2 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഉത്തരം എന്താ കിട്ടുക? 5p2. 5p2 ആണ് ഉത്തരം കിട്ടുക. 5p2. ഇനി അടുത്ത നോക്കുക, ഡോട്ടർ. 1 2 3 4 5 6 7 8 8 ലെറ്റേഴ്സ് ഉണ്ട്, 8 ഡിസ്റ്റിങ് ലെറ്റേഴ്സ് ആണ്. How many different words with or without meaning can be formed using any 3 letters of the word daughter? ഡോട്ടറിലെ ഏതെങ്കിലും 3 ലെറ്റേഴ്സ് ഉപയോഗിച്ച് മീനിങ് ഉള്ളതോ ഇല്ലാത്തതുമായ എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതി. 3 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്താൽ മതി. ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8. അപ്പൊ എത്ര ലെറ്റേഴ്സ്, എത്ര വേർഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്നാണ്. ഇവിടെ മൊത്തം 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 3-letter വേർഡ്സ് ഉണ്ടാക്കേണ്ടത്. 3 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്താൽ മതി. 8 ലെറ്റേഴ്സിൽ നിന്ന് 3 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 8p3. 8p3 അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ ആണ്. 8p3. അപ്പൊ ഇനി ചോദിക്കട്ടെ, ഇത് തന്നെ, how many words with or without meaning can be formed using all the letters of the word daughter? ഡോട്ടറിലെ എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാക്കാം വിത്തൗട്ട് മീനിങ്? ഇവിടെ 8 ലെറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഉത്തരം 8p8, ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ. അപ്പൊ NPN എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ് എന്ന കാര്യം മറക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം, ഇത് ഇത് പറഞ്ഞതിന്റെ മുന്നേ വേറൊരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാം. എനിക്കിപ്പോ 10p2 കണ്ടുപിടിക്കാൻ നോക്കാം. 10p2. അപ്പൊ അക്കോർഡിംഗ് ടു ദ ഫോർമുല NPR is equal to n factorial by n according to the formula അല്ലേ? അപ്പൊ ഈ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ n 10ഉം r 2 ആണ്. അപ്പൊ നമുക്ക് 10 factorial by n minus r 10 minus 2 8 factorial എന്ന് കിട്ടും. And this can be written as 10 into 9 into 8 factorial by 8 factorial and we can cancel this. അപ്പോൾ ഉത്തരം 90 എന്ന് കിട്ടും. അതായത് 10p2ന്റെ ഉത്തരം വെറും 10 into 9 മാത്രമേ ഉള്ളൂ. 10 into 9. ഞാൻ നിങ്ങൾ 10c2 പഠിപ്പിച്ചായിരുന്നു. 10c2 പറയുമ്പോൾ 10 into 9 by 1 into 2 എന്ന് എഴുതും. എന്നാൽ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ ഡിനോമിനേറ്റർ എഴുതേണ്ട ആവശ്യമില്ല. അതായത് നോക്കൂ, 7p3 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ 7 into 6 into 5 ആണ്. അടിയിൽ 1 into 2 into 3 വേണ്ട. 8p2 എന്ന് പറഞ്ഞാൽ 8 into 7. ഇവിടെ 2 അല്ല, അപ്പൊ 2 നമ്പേഴ്സ് മതി. 8 into 7. അതുപോലെ തന്നെ 15p3 എന്ന് പറഞ്ഞാൽ 15 into 14 into 13. ഇതാണ് 15p3ന്റെ വാല്യൂ. ക്ലിയർ ആയോ? അപ്പോ NP0 1 ആണ്, NPN n ഫാക്ടോറിയൽ ആണ്. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ശ്രദ്ധിക്കുക. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നോക്കാം. അലോയ്. How many words with or without meaning can be formed using all the letters of the word alloy? ഈ അലോയ് എന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സ് ഉണ്ടാക്കാം? അപ്പൊ നോക്കുക, അലോയ് 1 2 3 4 5 വേർഡ്സ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ. 5p5 ആണ് 5 ഫാക്ടോറിയൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ L എന്ന ലെറ്റർ 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്നാണ്. ഇപ്പൊ L 3 പ്രാവശ്യം വരികയാണെങ്കിൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് വേണം. അതായത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n ഐറ്റംസ് in which r items are of അല്ലെങ്കിൽ p items are of the same type. ടോട്ടൽ n ഐറ്റംസ് ഉണ്ട്. അതിൽ p ഐറ്റംസ് എണ്ണമാണ്. p എണ്ണം ഐറ്റംസ് ഒരേ ടൈപ്പ് ആണ്, ഒരേ ഐറ്റംസ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ ആണ്.
ഡിസ്റ്റിങ്ക്ട് ഐറ്റംസിനെ പറ്റിയാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n ഐറ്റംസ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്നാണ് പഠിച്ചത്. എന്നാൽ അതിൽ ഒരേപോലത്തെ ഐറ്റംസ് ഉണ്ടായി കഴിഞ്ഞാൽ, കുറച്ച് ഐറ്റംസ് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഡിസ്റ്റിങ്ക്ട് അല്ല. എങ്ങനെയാണ്? n ഐറ്റംസ് ഉണ്ട്, അതിൽ p ഐറ്റംസ് ഒരേ ടൈപ്പാണ്, ബാക്കിയുള്ളതും ഡിസ്റ്റിങ്ക്ട് ആണ്. ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. എന്നാൽ അതുപോലെ നോക്കൂ, n ഐറ്റംസ് ഉണ്ട്, അതിൽ P1 ടൈപ്പ് ഐറ്റംസ് ഒരേ ടൈപ്പാണ്. P1 ഒരേ ടൈപ്പ് ഐറ്റംസ് ആണ്, P2 നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ്, P3 നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ്. P1 ഒരേ ടൈപ്പ്, P2 തൊട്ടടുത്ത ടൈപ്പ്, P3 തൊട്ടടുത്ത ടൈപ്പ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മാത്തമാറ്റിക്സ് പറയുമ്പോൾ നോക്കൂ, ഈ ലെറ്റർ ഈ വേർഡ് നോക്കട്ടോ. മാത്തമാറ്റിക്സ് പറയുമ്പോൾ മാത്തമാറ്റിക്സ് ഇതില് A രണ്ടെണ്ണം ഉണ്ട്, T രണ്ടെണ്ണം ഉണ്ട്, G. അപ്പൊ ഇതേപോലെ, അതായത് അപ്പോൾ M A രണ്ടെണ്ണം വരുന്നുണ്ട്, T രണ്ടെണ്ണം വരുന്നുണ്ട്. അതേപോലെ P1 items are of the same type, P2 items are of the other type, and P3 items are of the third type. Then number of permutations is equal to ആകെ n items ആണുള്ളത് n factorial by P1 factorial into P2 factorial into P3 factorial. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതായത് n ഡിഫറെന്റ് തിങ്സ് ഉണ്ട്, n ഡിസ്റ്റിങ്ക്ട് തിങ്സ് ഉണ്ട്, n ഡിസ്റ്റിങ്ക്ട് തിങ്സ്. Then number of arrangements of n distinct things taking all at a time എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. എന്നാൽ ടോട്ടൽ n തിങ്സ് ഉണ്ട്, അതിലെ p items are of same type ആണ്, p items ഒരേപോലുള്ളതാണ്. ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ ആണ്, n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. എന്നാൽ അതുപോലെ തന്നെ ടോട്ടൽ n ഐറ്റംസ് ഉണ്ട്, അതിൽ P1 ഐറ്റംസ് ഒരേ ടൈപ്പ് ആണ്, P2 ഐറ്റംസ് സെക്കൻഡ് ടൈപ്പ് ആണ്, P3 ഐറ്റംസ് തേർഡ് ടൈപ്പ് ആണ്. ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n ഐറ്റംസ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ P1 ഫാക്ടോറിയൽ ഇൻടു P2 ഫാക്ടോറിയൽ ഇൻടു P3 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് ഈ അലോയിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മാത്തമാറ്റിക്സ് നോക്കാം. How many different words without meaning can be formed using all the letters of the word mathematics? How many different words with or without meaning can be formed using all the letters of the word mathematics? Mathematics എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിച്ച് മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് പറയാം ആൻസർ. മാത്തമാറ്റിക്സിൽ 1 2 3 4 5 6 7 8 9 10 12 11 അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് 11 ഫാക്ടോറിയൽ ബൈ എത്ര ലെറ്റേഴ്സ് ഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്നാണ്. അപ്പൊ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, നോക്കൂ, എ ഇവിടെ 1 ഇവിടെ 1, അപ്പൊ 2 എണ്ണം, അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻടു ടി ഇവിടെ 1 ഇവിടെ 1, അപ്പൊ വീണ്ടും 2 ഫാക്ടോറിയൽ ഇൻടു, ഇനി വേറെ വല്ലവരും റിപ്പീറ്റ് ചെയ്യണ്ട, വേറെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഉത്തരം 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻടു 2 ഫാക്ടോറിയൽ. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പെർമ്യൂട്ടേഷൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്. ഹൗ മെനി അറേഞ്ച്മെന്റ്സ് ആർ ദെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ NPR ഉപയോഗിക്കേണ്ടത്. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ്, വേർഡ്സ് ഉണ്ടാക്കുക, ലെറ്റേഴ്സ് ഉപയോഗിച്ച് വേർഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്സ് ആണ്. അവിടെ നമ്മൾ NPR ആണ് ഉപയോഗിക്കേണ്ടത്. സംഭവം മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻകളിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The first question is this. What's the next first question? Noiko. Going to do the questions one by one. NPR is equal to n factorial by n minus r factorial. This is n minus r factorial. Where r is always less than n, r എല്ലായ്പ്പോഴും n നേക്കാൾ ചെറുതാവണം അറിയാലോ. Evaluate the following. താഴെ തന്നിരിക്കുന്ന ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 5p2 ആണ്. 5p2 നമുക്ക് ചെയ്യാം. 5p2 നമുക്ക് എങ്ങനെ ചെയ്യാം? 5p2 ശ്രദ്ധിക്കാം. NPR ആണത്, n ആണത്, r ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5p2 is equal to ചെയ്യാൻ എളുപ്പമായി ഞാൻ പറഞ്ഞു 5 factorial by n minus r, 5 minus 2 factorial 3 factorial equal to 5 factorial നമുക്ക് 5 into 4 into 3 factorial, അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയി 5 into 4 20 എന്ന് കിട്ടും, റൈറ്റ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കാണുന്ന 7p3 ആണ്. 7p3 is equal to ഉത്തരം പറയാൻ പറ്റും NPR n factorial by n minus r factorial ആണ്. അപ്പോൾ 7 factorial by 7 minus 3 factorial, that is 4 factorial. അപ്പോൾ നമുക്ക് 7 factorial 7 into 5 7 into 6 into 5 into 4 factorial by 4 factor cancel ആയി പോയപ്പോൾ 7 into 5 into 6 വരും. അപ്പോൾ 5 into 7 210 എന്ന് കിട്ടും, 210. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത്, തേർഡ് ക്വസ്റ്റ്യൻ 10p7 ആണ്. 10p7 is equal to 10 factorial by 10 minus 7 3 factorial. 10 factorial by 3 factorial, the answer will be like കണ്ടുപിടിച്ചോളൂ കേട്ടോ. യെസ്, അത്രേ ഉള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് NP5 is equal to 42 into NP3. NP5 is equal to 42 into NP3. Always I want to go for what we call the easy method. അപ്പോൾ NP5 എന്ന് പറഞ്ഞാൽ എന്താണ്? NP5 നമുക്ക് NP5 is equal to 42 NP3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? NP5 നമുക്ക് NPRന്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം, അല്ലാണ്ടപ്പോൾ ചെയ്യാൻ എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 6p2 എന്ന് പറഞ്ഞാൽ അത് 6 × 5 ആണ്. ഇവിടെ 2 വന്നുകൊണ്ട് 2 ലെറ്റേഴ്സ് 2 നമ്പേഴ്സ് മാത്രം ചെയ്താൽ മതി. 65. അതുപോലെ 10p3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? അപ്പോൾ 10p3 3 അല്ലേ, 3 എഴുതണം. 10 into 9 into 8. The same you do here. NP5 5 ആണ്, 5 എഴുതണം. അപ്പോൾ n into n minus 1 into n minus 2 into n minus 3 into n minus 4. That's it. Equal to 42 into NP3 3 എഴുതിയാൽ മതി. n into n minus 1 into n minus 2. That's it. അപ്പോൾ നമുക്ക് n into n minus 1 into n minus 2, it's here and here as well. We can cancel from both sides. ഇനി ബാക്കി ഇവിടെ ഉള്ളത് n minus 3 into n minus 4. When we multiply this, we will get n square minus 7n plus 12 is equal to upper the 42. That's it. N into n minus 1 n minus 2 already we have cancelled. 42 you bring this to this side. So n square minus 7n, 12 minus 42 will be minus 30. That's equal to 0. അപ്പോൾ n square minus 7n minus 30 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. സം minus 7, പ്രൊഡക്റ്റ് minus 30. പ്രൊഡക്റ്റ് minus 30 ആണ്, സം minus 7 ആണ്. നമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രൊഡക്റ്റ് minus 30 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 10 and 3. സം minus 7 എന്ന് പറയുമ്പോൾ minus 10 and plus 3. ഇപ്പൊ ഇൻഡു ചെയ്ത് നോക്കൂ. minus 10 into 3 minus 30, minus 10 plus 3 minus 7 ആണ്. ഫാക്ടർ പറയുമ്പോൾ n minus 10 n plus 3. അപ്പൊ നമുക്ക് പറയാം into n plus 3 is equal to 0. അപ്പോൾ either n minus 10 equal to 0 or n plus 3 equal to 0. That is n is equal to 10 and n is equal to minus 3. n cannot be a negative number, therefore n is equal to 10. Therefore n is equal to 10. That's it. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ കൂടെ സബ് ക്വസ്റ്റ്യൻ വരില്ലല്ലോ? ഇല്ല. ഇറ്റ്സ് സിമ്പിൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. NP4 divided by n minus 1 P4. Yeah, question I am doing it again. The question here, NP4 divided by n minus 1 P4, that's equal to 5/3 എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു കാര്യം ചെയ്യാം. NP4 എഴുതാം. NP4 you know, NP4 4 ആണ്. അപ്പോൾ n into n minus 1 into n minus 3 into n minus 2 into n minus 3. 4 ടേംസ് ആണ് വേണ്ട. അപ്പൊ n into n minus 1 into n minus 2 into n minus 3 ഡിവൈഡഡ് ബൈ കഴിഞ്ഞു n minus 1 P4. അപ്പൊ n minus 1 നിന്ന് തുടങ്ങി അടുത്ത n minus 2 into n minus 3 into n minus 4, right? And that's equal to 5/3 എന്ന് എഴുതാനോ? അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് n minus 3 n minus 3 n minus 2 n minus 2 n minus 1 n minus 1. അപ്പൊ ഇനി മേലെ ബാക്കിയുള്ളത് n-ഉം അടിയിൽ n minus 4 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 5 into n minus 4. Yes, 5 into n minus 4, that's equal to n into 3, that is 3n. 5n minus 20 is equal to 3n. 3n ഇങ്ങോട്ട് കൊണ്ടുവന്നോ. 5n minus 3n, that is 2n is equal to minus 20. അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. That will be plus 20. And n is equal to 20/2, that is 10. n is equal to 10. So here also the answer is 3 as answer is 10 as well. Next question നോക്കാം. Find n if n minus 1 P3 is to NP4 is equal to 1 is to 9. Okay? n minus 1 P3 is to NP4 is equal to 1 is to 9 എന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ നോക്കാം. n minus 1 P3 divided by NP4, that is equal to 1/9. ഇനി ഇതിനെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ n minus 1 P3 നമുക്ക് 3 ആണുള്ളത്. അപ്പോൾ 3 ടേംസ് മതി. n minus 1 times n minus 2 times n minus 3. Yeah, that's n minus 2. n minus 1 times n minus 2 times n minus 3 divided by NP4 ആകുമ്പോൾ 4 വേണം. n into n minus 1 into n minus 2 into n minus 3. Yeah, and that is 1/9, so that we can cancel n minus 3s, n minus 2s and n minus 1. Now remaining is up. Cross multiply when we do with that. 1 into n is equal to 9. 1/n is equal to 1/9 and n is equal to 9 എന്ന് കിട്ടും. Wow, it's really simple, right? Amazing. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ അമേസിംഗ് സിമ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഹൗ ഡു യു ഫീൽ ഇറ്റ്? ഇസ് ഇറ്റ് ദാറ്റ് ഡിഫിക്കൽട്ട്? അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ
of r, 5 into 4pr is equal to 6 into 5pr minus 1. Yeah, 5 into 4pr equal to 6 into 5pr minus 1. അപ്പോൾ ഇവിടെ ഈ 4pr നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇവിടെ r എന്നാണ്. ഇവിടെ നമ്പേഴ്സ് വരുമ്പോഴാണ് നമ്മൾ മേലെ അത്രയും നമ്പേഴ്സ് എഴുതുക. പക്ഷെ ഇവിടെ r, ഇവിടെ r minus 1 ആണ്. So here to do this question we have to use the NPR formula. NPR, you know what is NPR? NPR is equal to n factorial divided by n minus r factorial. അതാണ് n factorial. So NPR അല്ലേ? അപ്പോൾ here we can do like 5 into 4pr എന്താ 4pr NPR n സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ n factorial 4 factorial divided by n minus r factorial 4 minus r factorial equal to 6 into 5pr minus 1. n 5 ആണ്. അപ്പോൾ n factorial by n minus r എന്ന് പറഞ്ഞാൽ 5 minus r minus 1. n minus r നോക്കിക്കോളൂ ഇവിടെ 5 minus r minus 1 എന്ന് പറയുമ്പോൾ 5 minus r plus 1. 5 plus 1 6, 6 minus r. അപ്പോൾ ഇത് 6 minus r factorial എന്നാണ് കിട്ടുക. And when we do this, ശ്രദ്ധിക്കുന്ന രണ്ട് ഭാഗത്തും ഒരേപോലെ ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് തമർത്താം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയും. ഈ 5 ഞാൻ അതേപോലെ എഴുതി ഇൻറ്റു 4 ഫാക്ടോറിയൽ അതേപോലെ എഴുതി ബൈ 4 minus r ഫാക്ടോറിയൽ എഴുതി ഈക്വൽ ടു 6 ഇൻറ്റു എടാ ഇപ്പുറത്ത് ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ ഉണ്ട്. 4 ഫാക്ടോറിയൽ. അപ്പോൾ ഈ 5 ഫാക്ടോറിയൽ ഞാൻ 5 into 4 factorial എന്ന് എഴുതി ഡിവൈഡഡ് ബൈ പിന്നെ അടിയിൽ 6 minus r factorial ആണ്. ഇവിടെ എൻ്റെ കയ്യിൽ 4 minus r factorial ഉണ്ട്. അപ്പോൾ 6 minus r factorial എനിക്ക് 6 minus r into 5 minus r into 4 minus r factorial എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഇതിനെയും ക്യാൻസൽ ചെയ്തു, മേലെന്ന് ഇതിനെയും ക്യാൻസൽ ചെയ്തു, ആൻഡ് ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്തു. Now what is left actually? Here RHS there is a 6 divided by 6 minus r into 5 minus r left hand equal to this side nothing is remaining, that means there is a 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും 1 into this, that is 6 minus r into 5 minus r, that is equal to 6 എന്ന് കിട്ടും. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 6 into 5 30, 6 into minus r minus 6r minus r into 5 minus 5r minus r into minus r plus r square at minus 6 is equal to 0 എന്ന് കിട്ടും. And when we rearranging this we will get like r square minus 6r minus 5r minus 11r, then 30 minus 6 is plus 24 and that is equal to a 0. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ minus 11ഉം 24ഉം ആണ്. minus 11 and 24 സം പ്ലസ് 24 പ്രൊഡക്റ്റ് minus 11 നമ്പേഴ്സ് ആ minus 3 and minus 8 അല്ലേ? സമ്മ് minus 11ഉം പ്രൊഡക്റ്റ് പ്ലസ് 24ഉം minus 3ഉം minus 8ഉം ആ. കൂട്ടി നോക്കാം minus 3 plus minus 8 minus 11 into you minus 3 into minus 8 plus 24. That's it. So the factors are how we'll get like minus 3 into r minus 8 is equal to 0, and that is equal to r minus 3 equal to 0, r is equal to 3, r minus 8 is equal to 0, r is equal to 8. So we got two different values, two different positive values for r is equal to 3 and r is equal to 8. Which value we can accept? You just have a look at this. Here it is 5p something, so this should be less than 5. 4p something, so this should be less than 4. So less than 5, less than 4, so we can take only 3. We can't take 8 because when we substitute r is equal to 8 here we'll be getting 4p8, which is not possible. So r is 3, therefore r is equal to 3. എടാ മനസ്സിലായടാ, 6 3 എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ, കാരണം 6 8 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4p8 എന്ന് വരും. 4p8 4 8 പിടിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എപ്പോഴും n വലുതാവണം, r ചെറുതാവണം. Okay, yes, moving to the next question. നോക്കിക്കോളൂ. Find r if 5pr equal to 2 into 6pr minus 1. We have two questions to do here, so ഞാൻ ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കാൻ പോവാണേ. Okay, find r if 5pr is equal to 2 into 6pr minus 1. So here also ഇവിടെ അടിയിൽ r ആണ് വന്നിരിക്കുന്നത്, r minus 1. അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ ഷോർട്ട് കട്ട് അടിക്കണ്ട, നിങ്ങൾ ഫോർമുല വെച്ച് ചെയ്യുക. 5pr നമുക്ക് എങ്ങനെ എഴുതാം? 5 factorial divided by 5 minus r factorial. npr n factorial by n minus r factorial na. 5pr 5 factorial by 5 minus r factorial, that is equal to 2 into 6pr minus 1 എന്ന് പറഞ്ഞാൽ 6 factorial divided by
6 minus r minus 1 എന്ന് പറഞ്ഞാൽ 6 minus r minus 1 7 minus r factorial ആണ്. 7 minus r factorial. അപ്പോൾ ഇത് ചെറുതാക്കുമ്പോൾ നോക്കിക്കോളൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഹിയർ വി ക്യാൻ കീപ് 5 factorial the same and 5 minus r factorial also the same. We can keep equal to this side 2 into this 6 factorial. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 5 factorial ഉണ്ട്. അപ്പോൾ ഈ 6 factorial നമുക്ക് 6 into 5 factorial എന്ന് എഴുതാം, divided by ഇവിടെ 5 minus r factorial ഉണ്ട്. അപ്പോൾ this can be rearranged as 7 minus r into 6 minus r into 5 minus r factorial. Though, so we can cancel 5 factorial, 5 factorial, then 5 minus r factorial, 5 minus r factorial, and the rest is like when you cross multiply, you will get 7 minus r into 6 minus r equal to 2 into 6, 12 എന്ന് കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് 42 minus 7r minus 6r plus r square minus 32 equal to 0. അപ്പോൾ r square minus 12 ആണ്, I am sorry, minus 12 r square minus 13r plus 30 equal to 0. ഫാക്ടറൈസ് ചെയ്യുക, സിമ്പിൾ ആണ്. നമുക്ക് മൈനസ് 13ഉം പ്ലസ് 30യും ആഡ് ചെയ്താൽ മൈനസ് 13 ഇൻറ്റു ചെയ്താൽ പ്ലസ് 30, മൈനസ് 3യും മൈനസ് 10ഉം. അപ്പോൾ ആർ മൈനസ് 3 ഇൻറ്റു ആർ മൈനസ് 10 ഈക്വൽ ടു 0. ആർ മൈനസ് 3 ഈക്വൽ ടു 0, therefore r is equal to plus 3. r minus 10 equal to 0, therefore r is equal to plus 10. Here also we got two different values for r. It's 3 and 10. Which value we can take? R should be less than 5. So here also r is equal to 3. Therefore r is equal to 3. Question simple ആണ്. Moving to the next question. 5pr is equal to 6pr minus 1. 5pr is equal to 6pr minus 1. ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇവിടെ 2 ഇല്ല, അതാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് എഴുതാം 5 factorial by 5 minus r factorial equal to 6pr minus 1. 6 factorial divided by 7 minus r factorial. ഇതെങ്ങനെ വരിക? 6 minus r minus 1 minus r factorial. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് 5 factorial by 5 minus r factorialനെ നമ്മൾ അവിടെ നിർത്തുന്നു, ഈക്വൽ ടു 6 factorial. 6 into 5 factorial by 7 minus r factorial. 7 minus r into 6 minus r into 5 minus r factorial എന്നാണ് വരിക. ക്യാൻസൽ ചെയ്യടാ, 5 factorial 5 ക്യാൻസൽ ആയി, ഇത് ക്യാൻസൽ ആയി. Now we cross multiply ചെയ്യുമ്പോൾ 7 minus r into 6 minus r equal to 6 എന്ന് കിട്ടും. വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 42 minus 7r minus 6r plus r square minus 6 equal to 0. അപ്പോൾ റിയൽ ചെയ്യുമ്പോൾ r square minus 13r 42 minus 6 plus 36 equal to 0. Sum minus 13 product 36. Sum minus 13 product plus 36 നമുക്ക് വരെ 4 9 ആണ്. 4 9 minus minus. അപ്പോൾ factor will be r minus 4 into r minus 9 equal to 0. r minus 4 0 എന്ന് പറഞ്ഞാൽ r is equal to 4. r minus 9 0 എന്ന് പറഞ്ഞാൽ r is equal to 9. Which value we will accept? 5pr. r should be less than 5. Therefore r is equal to 4. r is equal to 4. This is h. Yes. About the question. How many words with or without meaning can be formed using all the letters of the word equation, using each letter exactly once? അതായത് ഇക്വേഷൻ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര ഡിഫറൻസ് വേർഡ്സ് ഉണ്ടാക്കാം? വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്, മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. വേർഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ എത്ര പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്, എത്ര അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ് എന്നാണ് ചോദ്യം. ഇക്വേഷനിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽസ്, ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് വേർഡ്സ്, എത്ര വേർഡ്സ് ഉണ്ടാക്കാം? നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽസ് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽസ് ഇവിടെ 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഉത്തരം 8 ഫാക്ടോറിയൽ. 8p6 8p8 8p8 is 8 factorial. അപ്പോൾ number of words is equal to 8 factorial. 8 factorial അനുസരിച്ച് എഴുതിയാൽ മതി. Second question. Find a number of 3-letter words with or without meaning which can be formed out of the letters of the word number. ഈ number എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് find a number of 3-letter words. എത്ര 3-letter words ഉണ്ടാക്കാം?
മീനിങ് ഉള്ളതോ ഇല്ലാത്തതോ ആയ എത്ര 3 letter വേർഡ്സ് ഉണ്ടാക്കാം where the repetition of the letters is not allowed. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്പറിലെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് 1 2 3 4 5 6 6 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 6 ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഈ 6 ലെറ്റേഴ്സിൽ നിന്ന് ഉപയോഗിച്ചിട്ട് എത്ര ഈ 6 ലെറ്റേഴ്സിൽ നിന്ന് 3 ലെറ്റേഴ്സ് എത്ര 3 letter വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? ഈ 6 ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര 3 letter വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം. അപ്പോൾ 6 ലെറ്റേഴ്സിൽ 3 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്താൽ മതി. 3 letter വേർഡ്സ് എന്ന് പറയുമ്പോൾ 3 ലെറ്റേഴ്സിന് അറേഞ്ച് ചെയ്താൽ മതി. 6 ലെറ്റേഴ്സിൽ 3 ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 6p3. അറേഞ്ച്മെന്റ്സ്, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് 6p3 ആണ്, p ആണ്. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു number of permutations of 6 letters taking 3 at a time is equal to 6p3. 6p3 ന്റെ വാല്യൂ നമുക്ക് അറിയാലോ, 6 into 7 into 5 equal to 6 42 into 5 210 എന്ന് കിട്ടും, 210. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, find a number of 3 letter words without meaning which can be formed number where repetition is not. Yes, find a number of 3 letter words with or without meaning which can be formed out of the letters of the word number where the repetition of the letters is allowed. അപ്പോൾ നമ്പറിലെ ഈ 6 ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര 3 letter വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദ്യം. where the repetition of the letters is allowed. അപ്പോൾ റിപ്പീറ്റേഷൻ അലൗ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 3 letter വേർഡ് ഉണ്ടാക്കേണ്ടത്. 3 letter വേർഡ് നമ്മുടെ കയ്യിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്ലേസിൽ ഈ 6 ലെറ്റേഴ്സിൽ ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഒരു ലെറ്റർ ഇവിടെ എഴുതി, ദിസ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 6 different ways. അപ്പോൾ ഒരു ലെറ്റർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഇവിടെ എഴുതണം. പക്ഷേ ഇവിടെ എഴുതിയ ലെറ്റർ ഇവിടെ എഴുതാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ മൊത്തം 6 ലെറ്റർ, ഒരു ലെറ്റർ ഇവിടെ പോയി, ബാക്കി 5 ലെറ്റർ കയ്യിലുണ്ട്. അപ്പൊ ആ 5 ലെറ്ററിൽ ഏത് ലെറ്റർ വേണമെങ്കിലും ഇവിടെ എഴുതാം. ദാറ്റ് മീൻസ് ദിസ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 different ways. അപ്പോൾ മൊത്തം 6 എണ്ണം, അതിൽ നിന്ന് ഒരെണ്ണം ഇവിടെ എഴുതി, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ബാക്കി 2 എണ്ണം പോയി, 4 എണ്ണം കയ്യിലുണ്ട്. ദിസ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 different ways. Therefore we can say that the number of letters ഞാൻ പറഞ്ഞത് തെറ്റല്ലടാ, ഈക്വൽ ടു ഇവിടെ പറയുന്നത് റിപ്പീറ്റേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് ഈസ് അലൗഡ് എന്നാണ്. അപ്പൊ ഇവിടെ 6 എഴുതി, ഇവിടെ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയ ഒരു ലെറ്റർ ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പോൾ ഇവിടെ 6 എഴുതി, അപ്പൊ ഇവിടെ എഴുതിയ ലെറ്റർ ഇവിടെ വീണ്ടും എഴുതാം. അപ്പൊ അതായത് ഇവിടെ എഴുതാം, വീണ്ടും 6 ലെറ്റേഴ്സ് ഏത് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എഴുതിയതൊക്കെ ഇവിടെ എഴുതാനും പറ്റും, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമുക്ക് 6 വേയിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് 6³ ആണ് ആൻസർ. 6 into 6 into 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 into 6 216. ആൻസർ ഈസ് 216. മറക്കണ്ട, ഇവിടെ റിപ്പീറ്റേഷൻ അലൗ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 6 different ways. This also 6, this also 6. So the total number of words is equal to 6 into 6 into 6, that is 216. Next question, find a number of permutations of the letters of the word Allahabad. അലഹാബാദ് എന്ന വേർഡിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം. അപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. എന്നിക്കോ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അലഹാബാദിൽ? അലഹാബാദ് എന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ ഉത്തരം 9 ഫാക്ടോറിയൽ. പരിപാടി കഴിഞ്ഞില്ല. ഡിവൈഡഡ് ബൈ, ഇവിടെ എൽ എന്ന ലെറ്റർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 2 ഫാക്ടോറിയൽ ഇൻറ്റു എ നോക്ക് 1 2 3 4 പ്രാവശ്യം 4 ഫാക്ടോറിയൽ ഉണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? എൽ 2 പ്രാവശ്യം, എ 4 പ്രാവശ്യം, വേറെ ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇതിന്റെ ഉത്തരം നിങ്ങൾ സ്വന്തം ചെയ്താൽ മതി, ബാക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, how many 4-digit numbers can be formed by using the digits 1 to 9 if repetition of the digits is not allowed? How many 4-digit numbers can be formed using the digits from 1 to 9? 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര 4-digit numbers ഉണ്ടാക്കാം? അപ്പോൾ ഈ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 ഡിജിറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് എത്ര 4-digit numbers എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ്സിന് നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 9 digits taking 4 at a time. 9 4 എണ്ണം അറേഞ്ച് ചെയ്യുക, അതിന്റെ ഉത്തരം 9p4 ആണ്. അപ്പൊ നമ്പർ ഓഫ് 4-digit numbers ഈക്വൽ ടു
9p4 and that is equal to how much you find it. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരും, ഇതെന്താ സാർ നേരത്തൊക്കെ സി ആയിരുന്നല്ലോ അപ്പൊ പി ആയി എന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ സെലക്ഷൻ ആണ് പറഞ്ഞതെങ്കിൽ സി NCR ഉപയോഗിക്കുക, അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസ് ആണെങ്കിൽ പി ഉപയോഗിക്കുക, NPR ഉപയോഗിക്കുക. അപ്പോൾ ഡിജിറ്റ്സ് അതായത് നമ്പേഴ്സ് ഫോം ചെയ്യുക, അത് അറേഞ്ച്മെന്റ് ആണ്. വേർഡ്സ് ഫോം ചെയ്യുക, അത് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്പേഴ്സ് ഫോം ചെയ്യുക, വേർഡ്സ് ഫോം ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അറേഞ്ച്മെന്റ് ആണ്, NPR ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് how many 4-digit numbers can be formed by using the digits 0 to 9 if repetition of digits is not allowed. അതായത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര 4-digit numbers ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ മൊത്തം 10 ഡിജിറ്റ്സ് ഉണ്ട്. 0 1 2 3 4 എക്സെട്ര 9 മൊത്തം 10 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 10 ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര 3-digit നമ്പേഴ്സ്, എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം. അപ്പോൾ നമ്പർ ഓഫ് ശ്രദ്ധിക്കുക, 4-digit നമ്പേഴ്സ്, നമ്പർ ഓഫ് 4-digit നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു മൊത്തം 10 ഡിജിറ്റ് ആണുള്ളത്. ആ 10 ഡിജിറ്റിൽ 4 ഡിജിറ്റിന് അറേഞ്ച് ചെയ്താൽ മതി. 4-digit നമ്പേഴ്സ് ആണ്. അപ്പൊ ഉത്തരം 10p4 ആണ് കിട്ടുക. 10p4 ഇതാണ് 10p4. ഉറപ്പുണ്ടോ? അതാണോ ഉത്തരം? 10p4 അല്ല ആൻസർ. അപ്പൊ നമ്മളിപ്പോ 4-digit നമ്പേഴ്സ് ഉണ്ടാക്കിയില്ലേ, അതിൽ 10 ഡിജിറ്റ്സ് ഇല്ലേ, 0 1 2 3 4. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നമ്പേഴ്സിൽ അതായത് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, അതായത് ഇതിൽ 0 തുടങ്ങുന്ന നമ്പറും വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ 10 ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര നമ്പേഴ്സ്, എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് പക്ഷേ അത് 10p4 ആണ്. 4-digit നമ്പേഴ്സിന്റെ എണ്ണം 10p4 ആണ്. പക്ഷെ ഈ 10p4 എണ്ണത്തില് കുറച്ചെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാവും. അതായത് ഇവിടെ 0 വരുന്നത്, 1 വരുന്നത്, 2 വരുന്നത്, 3 വരുന്നത്, അങ്ങനെയല്ല മൊത്തം അറേഞ്ച്മെന്റ്സ് കിട്ടുക. അപ്പൊ 0യിൽ തുടങ്ങുന്ന സംഖ്യകൾ ഇതിൽ ഉണ്ടാവും. അപ്പൊ ഒരു 4-digit നമ്പർ 0യിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ 4-digit ആയിട്ട് കൺസിഡർ ചെയ്യൂല, അത് 3-digit ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ 0യിൽ തുടങ്ങുന്ന നമ്പേഴ്സ് ഇതിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ മൈനസ് 0യിൽ തുടങ്ങുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്, ഫസ്റ്റ് പ്ലേസ് ഈ പ്ലേസിൽ 0 വരികയാണെങ്കിൽ ബാക്കിയുള്ളത് എത്ര വരും? ബാക്കി 9 ലെറ്റേഴ്സ് ഉണ്ട്, 9 ഡിജിറ്റ്സ് ഉണ്ട്, 3 കള്ളിയുണ്ട്. 9 ഡിജിറ്റ്സിനെ 3 കള്ളിയിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? 9p3 വേസിൽ. അപ്പൊ നമ്മുടെ ഉത്തരം 10p4 മൈനസ് 9p3 ആണ്. 10p4 മൈനസ് 9p3 ആണ് കേട്ടോ.